ഹലോ നമസ്കാരം, ഞാൻ എവിൻ. വെൽക്കം ടു വിനീസ് ലൈഫ് സ്റ്റൈൽ. കാര്യങ്ങളൊക്കെ മാറിപ്പോയി. ഇപ്പൊ ഞാനായതായിട്ട് ചാനലിന്റെ പേര്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണ്? എന്തോ കാണിക്കേണ്ടുന്നത് നമ്മുടെ ഗാർഡൻ. നമ്മുടെ ഒരു ചെറിയ ഗാർഡൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്നാ നമ്മുടെ ഗാർഡൻ തുടങ്ങിയെന്നൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ മഴക്കാലത്തൊക്കെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം മഴ സമയത്ത് ചൂട് സമയത്തും ഒക്കെ നമ്മളതിനെ പ്രത്യേകം സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നല്ലതുപോലെ കിളിക്കത്തുള്ളൂ. മഴയത്താകുമ്പോൾ കുറേ വെള്ളം വന്നു കഴിഞ്ഞാൽ കുറേ ചെടികളൊക്കെ അങ്ങ് പോകും. റോസൊക്കെ എന്ന് വെച്ചാൽ ഈ സമയത്ത് കിളിക്കത്തില്ല, എല്ലാം ചുരുണ്ട് ഒരുമാതിരിയാവും. അപ്പോൾ ഇതുമാത്രം റോസ് പിടിച്ചായിരുന്നു അല്ലേ? 2-3 ട്രിപ്പ് നല്ലതുപോലെ പിടിച്ചു. പിന്നെ അതെല്ലാം അങ്ങ് ഉണങ്ങി ചുരുണ്ട് പോകും. ഈ മഴയത്ത് അതെല്ലാം അങ്ങ് ചുരുണ്ട് പോകും. അപ്പോൾ അതിനെ കാത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയമാകുമ്പോഴേ അത് കിളിച്ച് തുടങ്ങും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡനിൽ ഉള്ള കുറച്ച് ചെടികൾ, വലുതായിട്ടൊന്നുമില്ല, നമ്മൾ ചെറിയൊരു ഗാർഡനാണ്. ആ ഗാർഡനിൽ ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ എങ്ങനെ സേവ് ചെയ്യുന്നു, ഈ മഴയത്തൊക്കെ എങ്ങനെ വളർത്തുന്നു എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ കാണിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. പിന്നെ ഒരു കാര്യം, ഇവിടെ നമ്മൾ നട്ടേക്കുന്ന എല്ലാ ചെടിയുടെയും പേരൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് അതാണ് രസം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പലയിടത്ത് പോകുന്നു, പല എന്താ പറയുന്നത് നഴ്സറി പോയിട്ട് ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ നട്ടേക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് ആധികാരികമായിട്ടൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മളതിനെ വളർത്തി അതെങ്ങനെ വളരുന്നു. പക്ഷേ നമ്മളത് വേറെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും നമ്മൾ കൊണ്ടുവന്നിട്ട് നട്ട് അതിനകത്തൊരു പൂ പിടിക്കുന്നതാണ് നമുക്ക് നല്ല രസമാണ്, സന്തോഷം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് റീസണോ അല്ല അതിൻ്റെ പേരോ നാളോ അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ സാധനം നല്ലതായിട്ട് വളരുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് എങ്ങനെ ഞങ്ങൾ അതിനെ വളർത്തുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ നിസ്സാരമായ കാര്യങ്ങൾ, നമ്മൾ എടുത്തു കളയുന്നതായ കാര്യങ്ങൾ, കിച്ചണിൽ വേസ്റ്റാക്കി കളയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചെടിയും ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ? നമ്മുടെ വീട്ടിലുള്ള ഓരോ ചെടിയും. നിങ്ങൾ ചിരിക്കരുത് കേട്ടോ, ഞങ്ങളുടെ ചെടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു തട്ടിക്കൂട്ട് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. തട്ടിക്കൂട്ട് വെർട്ടിക്കൽ ഗാർഡൻ, ആ വെർട്ടിക്കൽ ഗാർഡൻ ആയ എഗ്രാമിയുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ തറഞ്ഞിരിക്കുന്നതായ ചെടികളുടെയൊക്കെ ചുവടുണ്ടല്ലോ, നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും, കുറഞ്ഞത് 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് പാരിജാതമാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല മണമുള്ള നല്ല വെള്ളപ്പൂ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പാരിജാതം ഇങ്ങോട്ട് വിടർന്നാലുള്ള മണമെന്ന് പറയുന്നത്. നല്ല സൂപ്പർ മണമാണ് കേട്ടോ. അപ്പം പൂവൊക്കെ കഴിഞ്ഞു, ദണ്ടപ്പം മുട്ടൊക്കെ പൂ വിരിഞ്ഞ് കഴിഞ്ഞാണിത്. ഇനി നല്ലതുപോലെ തളിർത്തൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ മഴയത്ത് വയ്ക്കാതെ മഴയത്ത് നിന്ന് സ്വല്പം ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ, ഞാൻ എപ്പോഴും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ തളിർത്തൊക്കെ വരുന്നുണ്ട്. ഇലയ്ക്കൊന്നും യാതൊരു കുഴപ്പമില്ലാതാണ് നിൽക്കുന്നത്. ഇതൊന്ന് കണ്ണാടിച്ചെടി അല്ലെങ്കിൽ ഹൃദയച്ചെടി എന്നൊക്കെ പറയാറുണ്ട്. ഇതൊരു 3 ടൈപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നല്ല രസമാണ് ഇലകൾ നിൽക്കുന്നതാണായിട്ട്. എന്ത് ഭംഗിയാണെന്നറിയാമോ? അതെല്ലാം കൂടെ തന്നെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ. അപ്പം നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അംശമെങ്കിലും കൊണ്ടുവന്ന് ഇത്രയെങ്കിലും പടർന്ന് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്ന് നമ്മൾ തറയിൽ കുത്തി വയ്ക്കണം. അഥവാ നമ്മുടെ ഈ ചട്ടി ഇരിക്കുന്നത് കേടായി പോയാലും ആ തറയിൽ നിൽക്കുന്നത് വളർന്ന് വരുമ്പോൾ നമുക്ക് അതേപോലെ എടുത്ത് ഇതിനകത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വെച്ച കുറേ ചെടികളുണ്ട് ഇവിടെ കേട്ടോ. ഇത് നല്ലതുപോലെ വരുന്നുണ്ട്. ഇപ്പം ഇത് അതേപോലെ ഞാൻ ചെയ്തതാണ്. ഇതിന്ന് പിന്നെ അച്ഛൻ്റെ പേരാണ്. ഇപ്പോൾ എന്തോ ചെടി കിട്ടിയാലും അതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്ന് മണ്ണിൽ കൊണ്ട് വെച്ചേക്കും. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് ഫാൾട്ട് പറ്റിയാലും അതെടുത്ത് അതേപോലെ ഇതിനകത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച വിദ്യയാണിത്. അച്ഛൻ പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്തതാണിത്. ഇപ്പം ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതേപോലെ ചട്ടി പറഞ്ഞില്ല, മണ്ണ് പറഞ്ഞില്ല, ആ രീതിയിൽ തറയിൽ നിന്നത് എടുത്ത് ഇതിനകത്ത് വെച്ചതാണ്. അപ്പോൾ നല്ലതുപോലെ അത് കിളിച്ച് വരുന്നുണ്ട്. എന്ത് നല്ലതുപോലെ വരുന്നത്. ഇത് ടൊറേനിയ എന്ന് പറയുന്നതായ ഒരു പൂവാണ്. ഇത് എപ്പോഴും പൂവുണ്ട് കേട്ടോ. ഇതിനെല്ലാം നമ്മൾ മഴയത്തു നിന്ന് മാറ്റി ഞാൻ ഷെയ്ഡിൻ്റെ കീഴിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും എപ്പം നോക്കിയാലും പൂക്കളുണ്ട്. ഇതിനകത്ത് കണ്ട 2 ടൈപ്പാണ്. ഇതിൻ്റെ തണ്ട് കൊണ്ടൊന്ന് കുത്തി വെച്ചാൽ മതി. ഇത് നിൽക്കുന്നിടമൊക്കെ പിന്നെ അതിൻ്റെ തൈകൾ കിളിച്ച് വരുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കല്ലിനകത്ത് നിൽക്കുന്നുണ്ട്, നമ്മൾ തണ്ട് ഒടിച്ചു കുത്തിയാണ് അത് വയ്ക്കാറുള്ളത്. ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല, പക്ഷേ സംഗതി നല്ല സൂപ്പറാണ് കേട്ടോ. അതൊരു തൈ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാണ്. നല്ല ആരോഗ്യത്തോടെ അത് വരുന്നുണ്ട്. അപ്പം അതിനെല്ലാം നമ്മൾ കുറേശ്ശെ മണ്ണ് ഇളക്കി ഇട്ട് കൊടുക്കണം. ചട്ടി ഒരിക്കലും തറഞ്ഞിരിക്കരുത് കല്ലും മണ്ണുമായിട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. നമ്മൾ ഈ പറയുന്ന വളമെല്ലാം. ഇത് പിന്നെ ബിഗോണിയ ഇനത്തിൽപ്പെട്ടതാണിത്. ബിഗോണിയ ടൈപ്പാണിത്. ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ചെടിയുടെ ഷേപ്പും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് കേട്ടോ. അതിൻ്റെ പൂവിൻ്റെ കളറും. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല. എബിനറിയാമോടെ പേര്?
അറിയത്തില്ല. അപ്പം ചെറിയൊരു തണ്ട് എൻ്റെ പെങ്ങടെ മോടെ വീട്ടിൽ കൊണ്ട് വെച്ചാണിത്. അപ്പോൾ അത് നല്ലതുപോലെ ചട്ടി നിറയെ അങ്ങ് കിളിച്ചിട്ടുണ്ട്. എന്ത് നല്ല രസമാണ് ഇത് കാണാൻ. ഒരു പ്ലാസ്റ്റിക് ചെടി നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ. അതിൻ്റെ ഇങ്ങനെ പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ അല്ലേ. ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല കേട്ടോ, പക്ഷേ സംഭവം നല്ല സൂപ്പറാണ്. ഇത് ഇൻഡോറായിട്ട് നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട് അല്ലല്ലേ. ഇതിൻ്റെ ഒരു വിത്ത് മാത്രമേ ഉള്ളൂ. ആയി വരുന്നുണ്ട് കണ്ടോ. അടുത്ത വിത്ത് അടുത്ത ചട്ടിയിലാക്കാം. അടുത്ത വിത്തും വരുന്നുണ്ട്. ഇതിൻ്റെയും ആ ഇനത്തിൽപ്പെട്ടത് തന്നെയാണിത്. അതിൻ്റെയും പേര് നമുക്കറിയത്തില്ല. ഓർക്കിഡും ആന്തൂറയൊക്കെയാണ് ഈ ഇരിക്കുന്നത്. 4-5 ചട്ടിയിലുണ്ട്. 3 ടൈപ്പാണിത്. ഇത് പല കളറാണ് കേട്ടോ. ഇത് 3 ടൈപ്പാണിത് നിറം. ഇത് വേറെ ദാണ്ടിനകത്ത് പൂ പിടിച്ചിട്ടുണ്ട് നല്ല കളറൊക്കെ ആയിട്ട്. ഇതൊരിങ്ങനെ ഒരു കൊമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് ഇതുവരെ പൂ വന്നിട്ടില്ല. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് തണലത്തോട്ട് വേണം വയ്ക്കാനും. വെയിലധികം കൊള്ളാത്ത സ്ഥലത്ത് വേണം അതൊക്കെ വയ്ക്കാനായിട്ട്. ഇത് നമ്മുടെ ഇതെന്താണ് നിത്യകല്യാണിയുടെ വെള്ളം. അപ്പോൾ ഇതിൻ്റെയും പേര് നമുക്കറിയത്തില്ല. അതിനും നല്ല രസമുണ്ട് പൂക്കളൊക്കെ വരുന്നത് കാണാനായിട്ട്. ഇതിൻ്റെ പേര് നമുക്കറിയാൻ വയ്യ കേട്ടോ. പക്ഷേ ഇത് നല്ല പൂക്കളാണ്, നല്ല രസം. ഇതെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിൽ നിന്നത് വാടി നിൽക്കും. ഇത് അപ്പോൾ ഈ ചട്ടി നിന്ന് ചെടി ഉണ്ടല്ലോ, ഈ ചെടി ഇതേ ടൈപ്പ് അങ്ങ് ആയിപ്പോയായിരുന്നു. ഇപ്പോൾ ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കമ്പുകളുണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി പടർന്ന് വരുമ്പോൾ ഇതിൻ്റെ കൊമ്പുകൾ നമ്മൾ ഇത് കൊമ്പൊടിച്ച് കുത്തുന്നതാണ്. ഇതിന് വേരൊന്നും വേണമെന്നില്ല. ഇപ്പോൾ തറയെ കൊണ്ടുവച്ചാൽ നല്ലതുപോലെ അങ്ങ് കിളിച്ച് വന്നോളൂ. അപ്പോൾ ഇത് നമ്മൾ തണ്ട് കൊണ്ടൊന്ന് പറമ്പിൽ കുഴിച്ചിട്ടിട്ട്, അപ്പോൾ അത് ഈ ചട്ടി ഇതിനകത്ത് കേടായപ്പോൾ എടുത്ത് ഇതേപോലെ ആയപ്പോഴെടുത്തിട്ട് പറമ്പിൽ നിന്നെടുത്ത് ആ മണ്ണോട് കൂടി എടുത്ത് ഈ ചട്ടിക്കകത്ത് കൊണ്ട് വെച്ചാണ്. ഇതിൽ നിന്നതെടുത്ത് കുഴിക്കകത്ത് കൊണ്ട് വെച്ചു. അതാണ് സംഭവം. കണ്ടില്ലേ, ആ മണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും അറിയാത്ത മട്ടിൽ ചട്ടി കൊണ്ട് ഇങ്ങനെ വെച്ചു. ആരും ഒന്നും അറിഞ്ഞില്ല. ചട്ടി അറിഞ്ഞില്ല, മണ്ണും അറിഞ്ഞില്ല, ചെടി അറിഞ്ഞില്ല. ആ രീതിയാണ്. ഇപ്പോൾ ഒരാഴ്ചയായി അവർ നല്ല ഉഷാറായിട്ട് നിന്ന് പൂക്കളൊക്കെ വരുന്നുണ്ട്. ഈ 3 അതേപോലെയാണ് കേട്ടോ. ഇത് അതിൻ്റെ ചുവപ്പ് മാത്രം, ഇത് മിക്സ് കളറുമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മണ്ണ് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം. എങ്കിലേ ചെടിക്കൊക്കെ ഒരു സന്തോഷം വരുത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചെടികൾക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെ വേസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ വെറുതെ വേസ്റ്റായിട്ട് കളയുന്നതായ ഏത്തക്കയുടെ തൊലി ഉണ്ടല്ലോ. അപ്പോൾ ഏത്തക്ക ഇല്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള പഴത്തിൻ്റെ തൊലിയായാലും മതി. അപ്പോൾ നമുക്ക് അതെടുക്കാം. ഇപ്പോൾ ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടിയുടെ അളവിനനുസരിച്ച് നമുക്കിതൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ 2 മുട്ടയുടെ തോട് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിത്തൊലി 1-2 സവാളയുടെ തൊലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അപ്പോൾ നമുക്ക് പിന്നെ കാൽസ്യം, അയണും പൊട്ടാസ്യം എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് വേണ്ടതായ എല്ലാ സംഗതികളും ഇതിനകത്തുനിന്ന് അവർക്ക് കിട്ടിക്കോളും. ഇത് നമ്മൾ നല്ലതുപോലെ മിക്സിക്കകത്തുനിന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് അഥവാ കപ്പലണ്ടി പിണ്ണാക്ക്. അതാണ്ട് ഇങ്ങനെ ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്ക് എടുക്കുക. ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ പരന്നിരിക്കുന്നത്. ഇതിന് കിലോ 50-55 രൂപയൊക്കെ ആയിരിക്കും വില. അപ്പം നമ്മൾ കൃഷി ചെയ്യുന്നവർ, പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നവർ ഇച്ചിരി വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കൊക്കെ നമ്മൾ കരുതിയിരിക്കണം. അത് നല്ലതാണ്. ചെടിയുടെയൊക്കെ വളർച്ചയ്ക്കും ഒക്കെ നല്ലോണം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞി വെള്ളത്തിനകത്ത് 1 പിടി വീതം ഇട്ടിട്ട് നമ്മുടെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഇത് ഇടാവുന്നതാണ്. ചെടിയുടെ എണ്ണത്തിനനുസരിച്ച് നമുക്കിത് വെള്ളത്തിനകത്ത് ഇടാം. ഞാനിപ്പോൾ 1 പിടി ഇട്ടു. ഇപ്പോൾ ഈ കാണിച്ചതിന് അത്രയാണ് ഈ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇപ്പോൾ നല്ലോണം കുതിർന്നിട്ടില്ല, ഇനിയും കുതിരാനുണ്ട്. നല്ലോണം കുതിർന്നതിന് ശേഷം നമുക്ക് ഇത് ചെടിക്കകത്ത് തളിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിനകത്തൊരു 2 ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കുറേ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ പിടിക്കുമെന്ന് കരുതിയിട്ട് കട്ടിക്കൊന്നും കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ലോണം നേർപ്പിച്ച് വേണം ഇത് ഒഴിക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കൂടെ മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളം കൂടെ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇത് ചെടികൾക്ക് ഒഴിക്കാനായിട്ട്. ഇതിപ്പം പിന്നെ 10 ദിവസം കൂടുമ്പോൾ നമ്മൾ 2 മാറിയും തിരിഞ്ഞും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ നല്ലതുപോലെ തഴച്ച് നിൽക്കുകയും ചെയ്യും. നല്ലതുപോലെ പൂവൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 10-ാം തീയതി ഒഴിച്ചാൽ പിന്നെ നമ്മൾ 20-ാം തീയതി ഒഴിക്കുക, പിന്നെ നമ്മൾ 30-ാം തീയതി ഒഴിക്കുക. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കടയ്ക്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ എന്ന് വെച്ചാൽ തണ്ടിൽ നിന്ന് സ്വല്പം മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കിയിട്ടും കൊടുക്കണം. അപ്പം നമ്മുടെ കടലപ്പിണ്ണാക്ക് നമുക്ക് ഒരു ബക്കറ്റിനകത്തോട്ട് ഒഴിക്കാം.
അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാം, പുളിച്ച കഞ്ഞിവെള്ളം. അപ്പോൾ ഇത് 2 ദിവസം പുളിച്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ചെടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കഞ്ഞിവെള്ളം എടുക്കാം. ഒരു ദിവസത്തെ കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ചെടിക്ക് അളവിനനുസരിച്ച് നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ഈ തൊട്ടി നിറച്ച് നമുക്കങ്ങ് വെള്ളം എടുക്കാം. ഒരു 3-4 ലിറ്റർ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നല്ലതുപോലെ കലക്കി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ചെടിയുടെ കടക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു മഗ് എടുക്കുകയാണെങ്കിൽ 2 ചെടിയുടെ മൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടി അങ്ങ് നിറഞ്ഞ് നിൽക്കുക. ചെറിയ ചെടികളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇത് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി വെള്ളത്തിനകത്തോട്ട് കലക്കാം. ഇതും എത്രയും വെള്ളം ചേർക്കുന്നോ അത്രയും നല്ലത് കേട്ടോ. ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാം. കിടപ്പുണ്ട്. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ലതുപോലെ പഴുത്തിൽ മാറ്റട്ടെ. അത് കുറച്ചുകൂടെ ഒന്ന് അരയാനുണ്ട്, അത് കുഴപ്പമില്ല. അത് എൻ്റെ ചവിട്ടി കിടന്നാലും നോ പ്രോബ്ലം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒരു ദിവസം ഒഴിക്കരുത് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. ഞാൻ ഒഴിക്കാത്ത ചെടിയിൽ മാത്രമേ ഇനി ഒഴിക്കുന്നുള്ളൂ. ഇതും കൊണ്ടുവന്ന് നമുക്ക് ഇതേപോലെ ഒഴിക്കാം. ഇത് നല്ല ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിക്കാൻ. കാരണം 3-4 സാധനങ്ങൾ ചേർന്നിട്ടാണ് നമ്മളിത് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വേണം ഒഴിക്കാനായിട്ട്. മറ്റേത് ഒഴിച്ചു കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കണ്ണാടി ചെടിയുടെ വേറൊരു മോഡലാണിത്. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള സംഭവം തന്നെയാണ്. ഇതും അതേപോലെ നമ്മൾ ഇത് നിന്നത് പന്നലായപ്പോൾ അതേപോലെ പറമ്പിൽ നിന്നത് എടുത്തുകൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ റോസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞങ്ങൾ വേറെ ഇടുന്നുണ്ട്. റോസ് നല്ല രീതിയിൽ നമുക്ക് വളർന്ന് വന്നതായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും റോസ് ഇപ്പോൾ എല്ലാം ഒരു മാതിരിയായി. അപ്പോൾ അതിനെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിന് പ്രകാരം ഒരു വളപ്രയോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ഞാനത് ഒഴിച്ച് ഇത് വേണ്ടാത്തതെല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ആ വളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. അത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കൊമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതും ബിഗോണിയ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിനകത്ത് കണ്ട പൂക്കളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കൊഴിഞ്ഞൊഴിഞ്ഞൊക്കെ പോകും. പണ്ടൊക്കെ നമ്മൾ പിച്ച് തിന്നുമായിരുന്നത്. ഒരു പുളിരസമൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല പുളിരസമുണ്ട്. ഉണ്ട്, കൊച്ചുങ്ങളൊക്കെ പിച്ച് തിന്നുമായിരുന്നത്. ഇത് നല്ലൊരു ഇലച്ചെടിയാണ്. ഇത് നല്ലതുപോലെ നമ്മൾ ബുഷായിട്ടൊക്കെ നിർത്താനുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇലയുടെയൊക്കെ നിറം കണ്ടില്ലേ. ഇത് നമ്മുടെ തെറ്റി, ചുമന്ന തെറ്റിയുണ്ട്, പിങ്ക് തെറ്റിയുണ്ട്. പിങ്ക് തെറ്റി. അപ്പോൾ അതിലും നമ്മൾ ഈ വളപ്രയോഗം ചെയ്ത് നല്ലതുപോലെ ഉണ്ട്. നല്ല തഴച്ച് വളർന്ന് വരുന്നുണ്ടല്ലേ. എല്ലാത്തിലും മുട്ടൊക്കെ ആയി വരുന്നുണ്ട്. ഇതൊക്കെ മുട്ടായി വരുന്നുണ്ട്. കണ്ടോ, ഇതധികം നാളൊന്നും ആയില്ല ഇത് വെച്ചിട്ട്. ആദ്യം വെച്ചതൊക്കെ പൂ പിടിച്ചതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞിട്ട് ഇപ്പം 3ാമത്തെ ട്രിപ്പാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ നിത്യകല്യാണി. നിത്യകല്യാണി തന്നെ ഒരു 7-8 ടൈപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു 5-6 ടൈപ്പ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതൊരു കളറ് ഇത് കണ്ടോ, അതിൻ്റെ നടുക്ക് ഒരു വെള്ളയൊക്കെ ആയിട്ട് നല്ല രസമാണ് അത് കാണാൻ. ഇത് വെള്ള. ഇതൊരു ബിഗോണിയാണിത്. ഇത് മഴയൊക്കെ പെയ്തപ്പെട്ട് അതിന് ഇച്ചിരിയൊക്കെ അഴുക്കാൻ സംഭവിച്ചു. ഇത് നല്ല രസമാണ് കാണാൻ. ഇത് നല്ല പടർന്ന് ഇങ്ങനെ കിടക്കാൻ, ചട്ടി നിറഞ്ഞ് നല്ല പ്ലാസ്റ്റിക് മാതിരി. ബിഗോണിയ ഇനത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം. 10 മണിച്ചെടിയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് പറമ്പിൽ നിന്നൊക്കെ ഒരുമാതിരിയായി. അപ്പം നമ്മൾ കുറേയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത ചട്ടിയിലും ഇപ്പം നമ്മളൊരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉണ്ടായി, തട്ടിക്കൂട്ട് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, അതിനകത്ത് നമ്മൾ ഓരോന്നിൻ്റെയും കളർ നമ്മൾ പോകണ്ടെന്ന് കരുതിയിട്ട് 10 മണിയുടെ കളർ ഓരോ ഇതിനകത്ത് ആക്കി വെച്ചിരിക്കുകയാണ് പോട്ടിനകത്ത്.
അത് നമ്മുടെ പഴയ ഗേറ്റായിരുന്നു കേട്ടോ. പഴയ ഗേറ്റിനെ നമ്മളെടുത്ത് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡനാക്കി മാറ്റി. അപ്പം നമുക്കും വെർട്ടിക്കൽ ഗാർഡൻ ഇല്ലെന്ന് വേണ്ടല്ലോ. അപ്പോൾ ചട്ടിക്കകത്ത് നമ്മുടെ 10 മണി പല കളറിൽ ഹാങ് ചെയ്തിട്ടേക്കുന്നു. കുപ്പി തിരിച്ചു വെച്ചിട്ട് നമ്മൾ നട്ടിരിക്കുകയാണ്. ഇത് നല്ല രസമുള്ളൊരു 10 മണിയായിരുന്നു. ഇപ്പോൾ സീസണൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം പൂവൊക്കെ ചെറുതായി അതിൻ്റെ. ഇതും പല കളറ്, പല ചുവപ്പും വെള്ളം, ഓരോ ദിവസവും അങ്ങനെ ഓരോന്നും വിരിഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാം കൂടെ ഒരുമിച്ചൊന്നും വിരിയുന്നില്ല. ഇത് നമ്മുടെ കുപ്പിക്കകത്തുള്ള ചെടികളാണ്, 10 മണി ചെടികൾ. അങ്ങനെ നമ്മുടെ കുപ്പിക്കകത്ത് ഹോളിട്ടിട്ട് അതിനകത്തോട്ട് നട്ടിരിക്കുകയാണ്. ഇതും അതേപോലെ തന്നെ കുപ്പിക്കകത്ത് നമ്മുടെ 10 മണിയുടെ ചെടികൾ നട്ടിരിക്കുകയാണ്. ഓരോ കളറിലുള്ളതും നമ്മൾ മാറ്റി മാറ്റി നടുന്നതുകൊണ്ട് അതിൻ്റെ വംശത്തിന് നാശം സംഭവിക്കാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത് കുപ്പിക്കകത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇപ്പോൾ അതിനകത്ത് നിറയെ പൂക്കൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനകത്തും ഓരോ ടൈപ്പ് നമ്മൾ നട്ടിട്ടുണ്ട്. ഓരോതിനകത്തും പൂ വരുന്നതേ ഉള്ളൂ. ഓരോന്നിൻ്റെ കൊമ്പെടുത്തിട്ട് നമ്മൾ കുഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മുറ്റത്തോട്ടൊക്കെ വന്ന് വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് നല്ല പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലേ. നമുക്ക് എന്തെല്ലാം പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായാലും ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ വേദനകളൊക്കെ അങ്ങ് മറക്കാം. എനിക്ക് വേദനയുണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ പൂക്കളൊക്കെ നമ്മുടെ മുറ്റത്ത് നട്ടുപിടിച്ചിടും. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ പലതരത്തിലുള്ളതായ 10 മണികൾ. ഇഷ്ടംപോലെ 10 മണികൾ ഇവിടെ 8 മണിയും 10 മണിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചതാണ്. 10 മണിയുടെ വീഡിയോ തന്നെ കാണിച്ചതാണ്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ പൂക്കളില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇത് ഞാൻ മാറ്റി നട്ടതാണ്. അപ്പോൾ അതിനകത്തൊക്കെ നല്ലതുപോലെ പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെറിയ ഗാർഡനിൽ നമ്മുടെ ചെടികളൊക്കെ. അപ്പം നിങ്ങളുടെ വീട്ടിലിപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും ഒരുപാട് കാണുമായിരിക്കും. നമ്മുടെ ചെറിയ സന്തോഷമാണ് നിങ്ങളെ കാണിച്ചത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ നമ്മൾ പച്ചക്കറി നടുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ചെടികളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഇത് പറഞ്ഞു തന്നത് പിന്നെ ചെടികളും കൂടെ വേണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ ഷംജുവാണ്. ഷംജു നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു തരാറുണ്ട് കേട്ടോ. കുറേ പേര് നല്ല സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ എന്തായാലും ചെടിയും കൂടെ ഒക്കെ നടാന്ന് വെച്ചാൽ നമ്മൾ പണ്ടേ ചെടികളൊക്കെ നടുമായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടെ അങ്ങ് ബുദ്ധിമുട്ടായതുകൊണ്ടും പിന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കേണ്ടതുകൊണ്ടും നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് വെച്ചു. പിന്നെ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ടല്ലോ, ഈ സീസണായിട്ടുള്ള ചെണ്ടുമല്ലി, അങ്ങനെ ബോൾസം, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ നട്ടുപിടിപ്പിക്കുമായിരുന്നു. പിന്നെ റോസൊക്കെ നമ്മളിവിടെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചാൽ പിന്നെ വെട്ടിക്കളയണമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളതൊന്നും ചെയ്യാതിരുന്നത്. അപ്പം ഇനി എന്തായാലും നല്ല രീതിയിൽ ഗാർഡൻ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും മുറ്റത്ത് ഒരു സ്വല്പമെങ്കിലും ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചെറിയ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. വളരെ ചെറുതാണ്, നമുക്കങ്ങനെ വലിയ പൂന്തോട്ടമൊന്നുമില്ല. കെയർ ചെയ്താലും നല്ലതുപോലെ നമുക്ക് ചെറിയ പൂന്തോട്ടം ആണെങ്കിലും നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കെയർ കൊടുക്കണം. പറ്റത്തില്ല, അതിന് കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുക, എല്ലാവരും വെള്ളം കൊടുക്കുക, എല്ലാം ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പച്ചപ്പിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യട്ടോ. നിങ്ങളുടെ ആ ലൈക്കൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് പ്രചോദനം. അതുപോലെ തന്നെ പിന്നെ ഷെയർ ചെയ്യുക, കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ചെയ്യട്ടെ ഇതേപോലെയൊക്കെ ഗാർഡൻസൊക്കെ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ അതും കൂടെ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഏതാ സമയം വരികയുള്ളൂ. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ പേഴ്സണലൈസ് നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും. നല്ല ജൈവ ഓർഗാനിക്കായിട്ട് എങ്ങനെ കൃഷി ചെയ്യാം, മമ്മിയുടെ സ്പെഷ്യൽ റെസിപ്പീസും പിന്നെ ഇതുപോലെ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ മമ്മിയുടെ ലൈഫ് സ്റ്റൈലാണ് ഇവിടെ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മമ്മിയും ബൈ.